ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൽ 5-ാം ദിവസമായ ഇന്ന് ചിന്തിക്കാൻ തിരഞ്ഞെടുത്ത ചിന്താവിഷയം നമ്മൾ ആലയങ്ങൾ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. 1 കൊരിന്ത്യർ 3:16-17 വായിക്കുമ്പോൾ അതിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ. നിങ്ങൾ അങ്ങനെ തന്നെ. ആലയത്തെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധിയുള്ള ശരീരമാണ് ആലയം. ആലയത്തെ ആദരിക്കണം. ആലയം വിശുദ്ധിയുടെ ഇടമാക്കണം. ഇതിൽ ഒന്നാമതായി ചിന്തിക്കുന്നത് വിശുദ്ധിയുടെ ശരീരമാണ് ആലയം. 1 കൊരിന്ത്യർ 6:19-20 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം ദേവദാനമായിരിക്കുന്നവങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയായി നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. രണ്ടാമതായി ചിന്തിക്കുന്നത് ശരീരമാകുന്ന ആലയത്തെ ആദരിക്കണം. ദൈവം വസിക്കുന്ന ആലയത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. പൗലോസ് വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കാൻ പാടില്ല. ദൈവം വസിക്കുന്ന ആലയത്തെ ശരീരത്തെ നാം മാനിക്കണം. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിലിരിക്കാതെയും വളരണം. മൂന്നാമതായി ചിന്തിക്കുന്നത് ആലയം വിശുദ്ധിയുടെ ഇടമാക്കണം. നാം ആകുന്ന ആലയം അശുദ്ധമാക്കുന്ന തിന്മയുടെ ചിന്തകൾ കയറി വരുമ്പോഴാണ്. അപ്പോൾ ഐക്യത്തിൻ്റെ ചിന്ത ഉണ്ടാകുന്നില്ല. യേശു ദേവാലയത്തിൽ കയറി ശുദ്ധികർമ്മം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാത്തിനെയും മാറ്റി നിർത്തണം. അങ്ങനെ നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു ചെറിയ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഈ നോമ്പ് കാലഘട്ടം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.